വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവത്ഗീത 6-ാം അധ്യായം ധ്യാനയോഗത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശങ്ങൾ തുടരുന്നു. ഇവിടെ ഭഗവാൻ ധ്യാനയോഗത്തിൻ്റെ മാഹാത്മ്യവും അതിനുള്ള മാർഗനിർദ്ദേശങ്ങളുമാണ് ഉപദേശിക്കുന്നത്. കർമ്മയോഗത്തിലൂടെ മനഃശുദ്ധി നേടി യോഗാരൂഢൻ എന്ന നിലയിലെത്തിയ യോഗിയാണ് ധ്യാനയോഗത്തിനുള്ള യോഗ്യത നേടുന്നത്. ഭഗവാൻ പറയുന്നു, ആരുരുക്ഷോർമുനേർയോഗം കർമ്മകാരണമുച്യതേ യോഗാരൂഢസ്യ തസ്യൈവ ശമകാരണമുച്യതേ. നിഷ്കാമകർമ്മങ്ങളിലൂടെ ആത്മാവുമായി അടുക്കാനും അറിയാനും തുടങ്ങിയ യോഗാരൂഢൻ ആ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കണം. ആത്മാവിൽ തന്നെ മനസ്സിനെ നിലനിർത്താൻ വേണ്ടി ധ്യാനയോഗം പരിശീലിക്കണം. ധ്യാനം ചെയ്യാനുള്ള അഷ്ടാംഗ മുറകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. യമം മനഃശുദ്ധി, നിയമം ശരീരശുദ്ധി. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ധ്യാനത്തിന് വളരെ ആവശ്യമാണ്. കർമ്മയോഗത്തിലൂടെ മനഃശുദ്ധി നേടി ധ്യാനം ചെയ്യാനിരിക്കുന്ന യോഗി അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. നിരപ്പായതും ശുദ്ധമായതും വിജനമായതുമായ സ്ഥലത്ത് ഏകാഗിയായി സംഘം വർജിച്ചിരുന്ന് ദർഭപ്പുല്ലുകൊണ്ട് ആസനമുണ്ടാക്കി അതിനുമേൽ മാൻതോലും തുണിയും വിരിച്ച് സുഖമുള്ള ആസനമാക്കി തീർക്കണം. ഇനി ആസനത്തിൽ നിവർന്നിരുന്ന് ദൃഷ്ടിയെ നാസികയുടെ അഗ്രത്തിൽ പതിപ്പിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ ഉറപ്പിക്കാൻ ശ്രമിക്കണം. ആത്മവിശുദ്ധിക്കായി ധ്യാനയോഗം പരിശീലിക്കണം. മനസ്സിൽ വരുന്ന പലവിധ വികാരങ്ങൾക്ക് വശംവദനാകാതിരിക്കണം. പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ മനസംയമ്യ മച്ചിത്തോ യുക്ത ആസീത മത്പരഃ. പ്രശാന്ത ചിത്തനും നിർഭയനുമായി ബ്രഹ്മചര്യനിഷ്ഠയോടെ എന്ന് വെച്ചാൽ പൂർണ്ണ മനനിയന്ത്രണത്തോടെ പരമാത്മാവായ എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ധ്യാനം പരിശീലിക്കണം. തുടർന്ന് ഭഗവാൻ പറയുന്നു, ഈ നിലയിൽ യോഗി മനോബുദ്ധികളെ പ്രാണനിൽ കേന്ദ്രീകരിച്ച് പതുക്കെ പ്രാണനിയന്ത്രണം നേടാൻ അല്ലെങ്കിൽ ശ്വാസനിയന്ത്രണം നേടാൻ ശ്രമം തുടങ്ങണം. പ്രാണഗതിയെ നിയന്ത്രിക്കാനുള്ള പരിശീലനമാണ് പ്രാണായാമം. നമുക്കറിയാം, മനസ്സും ശ്വാസോച്ഛ്വാസവും പരസ്പരം ബന്ധപ്പെട്ടതാണ്. മനോഗതികൾക്കനുസരിച്ച് പ്രാണഗതി മാറുന്നത് പ്രകൃത്യാ ഉള്ളതാണ്. അപ്പോൾ പ്രാണായാമം കൊണ്ട് പ്രാണനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ അല്ലെങ്കിൽ പരിശീലിച്ചാൽ മനനിയന്ത്രണം സാധ്യമാകും. മനസ്സിനെ പൂർണ്ണമായും പ്രാണനിലർപ്പിച്ച് പ്രാണഗതിയെ നിയന്ത്രിച്ചാൽ മനസ്സ് വികാരങ്ങളിൽ ക്ഷോഭിക്കാതെ നിയന്ത്രിതമായി പ്രവർത്തിക്കും. പ്രത്യാഹാരം എന്ന് വെച്ചാൽ ആഹാര നിയന്ത്രണം. നിയന്ത്രിതമായ ആഹാരവും നിദ്രയും ധ്യാന പരിശീലനത്തിന് വളരെ ആവശ്യമാണ്. ഇങ്ങനെ മിതമായ ആഹാരം, നിദ്ര, പ്രാണനിയന്ത്രണം, വിവേകബുദ്ധിയോടുകൂടി ധാർമ്മികമായ കർമ്മ ആചരണം, ഇങ്ങനെ ധ്യാനം പരിശീലിക്കുന്ന യോഗി ദുഃഖങ്ങളെല്ലാം നശിച്ച് അന്തരാത്മാവിൽ ഏകാഗ്രത നേടും എന്ന് ഭഗവാൻ പറയും. മനസ്സ് അന്തരാത്മാവിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ഉള്ളിൽ അതിയായ ആനന്ദം തരുന്ന നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ രൂപത്തെ സങ്കൽപ്പിച്ച് ആരാധിക്കാൻ ശീലിക്കണം. മനസ്സ് കൊച്ചു കുട്ടികളെപ്പോലെ വികൃതിയാണ്. ഒരിടത്ത് നിലച്ചു നിൽക്കുകയില്ല. വെളിയിൽ കളിക്കുന്ന കുട്ടികളെ വീടിനുള്ളിൽ കൊണ്ടുവരാൻ നാം അവർക്കിഷ്ടമുള്ള സാധനങ്ങളോ
മധുര പലഹാരങ്ങളോ ഒക്കെ കൊടുക്കും പോലെ മനസ്സിന് ആനന്ദം തരുന്ന ഇഷ്ടദേവതാരൂപത്തെ ഉള്ളിൽ സങ്കല്പിച്ച് കേശാദിപാദം ആരാധിക്കാൻ തുടങ്ങണം. ഇങ്ങനെ മനസ്സ് വെളിയിലെ വിഷയങ്ങളിൽ നിന്ന് തിരിഞ്ഞ് ആത്മാവിൽ തന്നെ ആനന്ദം കാണാൻ തുടങ്ങുന്നു. ഈ നിലയിലുള്ള യോഗിയുടെ മനസ്സ് യഥാ ദീപോ നിവാതസ്ഥോ നെങ്കതേ സോപമാ സ്മൃത യോഗിനോ യഥചിത്തസ്യായുഞ്ജതോ യോഗമാത്മനഃ. ഇങ്ങനെ ആത്മാവിൽ ഉറച്ച മനസ്സും ബുദ്ധിയുമുള്ള യോഗി താൻ ശരീരമല്ല ജീവാത്മാവാണ് എന്ന അറിവ് നേടുന്നു. തുടർന്ന് യോഗസാധനയിലൂടെ എല്ലാ ജീവാത്മാക്കളിലും ഇതേ ചൈതന്യമാണ് പ്രകാശിക്കുന്നത് എന്ന അറിവും നേടുന്നു. അങ്ങനെ സമദർശനമുള്ളവനായി തീർന്ന് ശാന്തിയെ പ്രാപിക്കും എന്ന് ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തരുന്നു. യുഞ്ജന്നേവം സദാത്മാനം യോഗി നിയതമാനസഃ ശാന്തിം നിർവാണപരമാം മത്സംസ്ഥാമധിഗച്ഛതി. ഇങ്ങനെ നിയന്ത്രിതമായ മനസ്സോടുകൂടി സദാ ധ്യാനയോഗം ചെയ്യുന്ന യോഗി പരമമായ ശാന്തിയും തുടർന്ന് പരമമായ എൻ്റെ സ്ഥാനത്തെ വന്ന് പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. തുടർന്ന് ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.